എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ ആദ്യ ഭാഗം ലീലാമൃതം എന്ന പേരിലാണ്. അത് എന്താണെന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ അവതാരം മുതൽ ഉള്ള കഥകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 119 ശ്ലോകങ്ങൾക്ക് ലീലാമൃതം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഭഗവാന്റെ ലീലകളാണ് ഇതിൽ നമ്മൾ ഇത്രയും നാൾ കേട്ടത്. ഇന്ന് നമുക്ക് ഇതിവിടെ സമർപ്പിക്കാം. അടുത്ത 50 ശ്ലോകങ്ങളും കൂടിയുണ്ട് ഇതിൽ. അത് നാമാമൃതം എന്നുള്ള പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാന്റെ നാമം ജപിച്ചാലുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഉത്കൃഷ്ടമായ കാര്യങ്ങളെ പറ്റിയാണ് പൂന്താനം അതിൽ പറയണത്. അത് വേറൊരു ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ ലീലാമൃതം ഇവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു മോഹം. ഇത് ഒരുപാട് പേര് ഇപ്പം കേൾക്കണില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. കേൾക്കാൻ ഭാഗ്യമുള്ളവർ കേൾക്കും. ഇന്നത്തെ ശ്ലോകം 116 ശ്ലോകമാണ് ആദ്യം ചൊല്ലുന്നത്. ഏറെപ്പോരും പ്രഭുക്കൾ കുശസി തുയിലുണർത്തും ചിലർക്കെന്ന പോലെ യോഗശ്രീ നിദ്രയെന്നും പ്രളയമവധിയാം കാലമാനന്ദമൂർത്തേ. ഏകാന്തേ പോയി സ്തുതിക്കും ശ്രുതികൾ അവിടെയെന്നുള്ള ദിവ്യാക്ഷരങ്ങൾക്കോരോന്നേ സന്നമിപ്പാൻ കൃപ തരിക വിഭോ വാമഗേഹാധിനാഥ. ഇവിടെ പറയണത് ഭഗവാന്റെ യോഗനിദ്രയെ പറ്റിയാണ്. രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ പ്രഭുക്കൾക്കോ സമ്രാട്ടുകൾക്കോ ഒക്കെ ഈ തുയിലുണർത്ത് പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? രാജാവിന് തുയിലുണർത്ത് പാട്ട്, അത് കേട്ടാലേ രാജാവ് എണീക്കുള്ളൂ എന്നാണ് പറയണത്. അതുപോലെ ശ്രുതിദേവതമാർ ഭഗവാനെ തുയിലുണർത്തും. ആ ശ്രുതികൾക്ക് ഓരോന്നിനും ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയണത്. നമ്മളുടെ ഭാഗവതത്തിലെ 87 അധ്യായം ശ്രുതിഗീത എന്നാണല്ലോ പറയുന്നത്. അതിൽ ഈ ഭഗവാനെ ശ്രുതിദേവതമാർ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അത് ഭഗവാനെ തുയിലുണർത്തുന്നതാണ് എന്നാണ് പൂന്താനം പറയണത്. അത് പ്രളയാവസാനത്തിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്തിനു മുമ്പേ നമ്മളെ തുയിലുണർത്തുക, അങ്ങനെ ഒരു പതിവുണ്ട് എന്ന് വിചാരിക്കൂ. അതാണ് ഇവിടെ പറയണത്. ഇപ്പോൾ രാജാക്കന്മാരൊക്കെ രാത്രിയിൽ പള്ളിയുറക്കം ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്നെണീക്കണമെങ്കിൽ ഈ തുയിലുണർത്ത് പാട്ട് കേൾക്കണം അല്ലേ? അതുപോലെ ശ്രുതിദേവതമാർ ഭഗവാനെ തുയിലുണർത്തും എന്നാണ് പറയുന്നത്. വേദസ്തുതിയാണ് ശ്രുതിഗീത എന്ന് പറഞ്ഞത്. ഇതിൽ പറയണത് ഏറെപ്പോരും പ്രഭുക്കൾക്ക്, വലിയ പോരിമയുള്ള പ്രഭുക്കൾക്ക് അഥവാ സമ്രാട്ടുകൾക്ക് പ്രഭാതത്തിൽ തുയിലുണർത്തുന്നത് പോലെ അല്ലെങ്കിൽ ഉണർത്തുപാട്ട് പാടുന്നത് പോലെ പ്രളയം അഥവാ ബ്രഹ്മപ്രളയം, സ്വന്തം ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം, അതുപോലെ ജഗത്ത് പാനം ചെയ്തിട്ട് എന്നുവെച്ചാൽ ഈ ഊറാമ്പുലി എന്നൊക്കെ പറയില്ലേ നമ്മൾ, എട്ടുകാലിയുടെ ചെറിയ ഒരു ചെറിയ എട്ടുകാലി ഉണ്ടല്ലോ, ഊറാമ്പുലി എന്നാണ് പറയുക ഇവിടെയൊക്കെ. ഊർണനാഭി എന്ന് സംസ്കൃതത്തിൽ പറയും. അവരെങ്ങനെ ചെയ്യുക? വല ഉണ്ടാക്കി അത് തനിയെ തന്നെ വലിച്ചെടുക്കും, അങ്ങനെയാണ് പറയണത്. അതുപോലെ ജഗത്ത് പാനം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അത് ഈ ജഗത്ത് സൃഷ്ടിച്ചിട്ട് അത് തന്നിലേക്ക് തന്നെ വലിച്ചിട്ട് എന്നാണ്. അല്ലെങ്കിൽ ഈ ജഗത്തിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചിട്ട് യോഗശ്രീ നിദ്ര, യോഗസൂത്രത്തിൽ പറയുന്നത് പോലെയുള്ള ഈ ചിത്തവൃത്തി നിരോധം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് യോഗനിദ്ര. യോഗനിദ്ര എന്ന് പറയുന്നത് ശ്രീനിദ്ര എന്നാണ് പറയണത്. ശ്രീ എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തികളോടുകൂടി ശയിക്കുന്ന, കാരണജലത്തിൽ സ്വന്തം സ്വരൂപമായ ആനന്ദാനുഭവത്തോടെ യോഗം കൊണ്ട് ബാഹ്യവ്യാപാരങ്ങളെല്ലാം, പുറമേയുള്ള അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നിരോധിച്ച് ആത്മാവിൽ നശിപ്പിക്കപ്പെട്ട നിദ്രയോടുകൂടി തുരീയാവസ്ഥയിൽ, ആ നാലാമത്തെ ഭാവമാണ് തുരീയം.
ആ അവസ്ഥയിൽ സ്വാനുഭവത്തിൽ തുര്യാവസ്ഥയിലിരിക്കുന്ന പരബ്രഹ്മത്തിന് ഒരിക്കലും ഉറക്കമില്ല എന്നാണ്. നിദ്രയില്ല. നിദ്ര ചെയ്യുന്നത് ആരാ? ശ്രീ അഥവാ ആ ശക്തി, ഭഗവാന്റെ ശക്തിക്കാണ് നിദ്ര. പരബ്രഹ്മത്തിന് ഒരിക്കലും ഉറക്കമില്ല എന്നാണ്. ആ നിദ്രയുടെ കാലാവധി, അത് ആ ഭഗവാന്റെ യോഗനിദ്രയുടെ അവസാനം, അല്ലെങ്കിൽ ആ സമയമാണ് പ്രളയം. ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്ന ആ സമയമാണ് പ്രളയം. ആ പ്രളയകാലം അവസാനിക്കാറാവുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ യോഗനിദ്ര കഴിഞ്ഞ് ഭഗവാൻ ഉണരാറാവുന്ന സമയത്ത് ആനന്ദമൂർത്തേ, ശുദ്ധ ബ്രഹ്മാനന്ദം തന്നെ മൂർത്തിയായിട്ട് ഇരിക്കുന്ന ഭഗവാനെ, ആ കേവലഭാവത്തിലിരിക്കുന്ന അവിടുത്തെ അടുത്തെത്തിയിട്ട് ശ്രുതിദേവതകൾ തനിയെ വന്ന് സ്തുതിക്കും. അപ്പോൾ ആ ഭഗവാൻ ഉണരാറാവുന്ന ആ സമയത്ത് ശ്രുതിദേവതമാർ ഭഗവാന്റെ അടുത്ത് വന്ന് സ്തുതിക്കും. അതാണ് ഉണർത്തുപാട്ട് എന്ന് ആദ്യം പറഞ്ഞത്. യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ അടുത്ത സൃഷ്ടിയുടെ സമയമാകുമ്പോൾ ശ്രുതിദേവതമാർ വന്നിട്ട് തുയിലുണർത്തും എന്നർത്ഥം. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ശ്രുതി ഗീത എന്ന അതിൽ 14 മുതൽ 41 വരെയുള്ള ഗീതങ്ങളാണ് അല്ലെങ്കിൽ ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പൂന്താനം പറയണത്. സന്നമിപ്പേൻ എന്ന്. വിഭോ വാമഗേഹാധിനാഥ, സർവവ്യാപിയായ ഇടത്തുപുറത്തപ്പ, ഞാൻ ആ ശ്ലോകങ്ങൾക്ക് ഓരോന്നിനും ഞാൻ പ്രത്യേകം നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകവും ഈ ശ്രുതിഗീതയുടെ ആദ്യത്തെ ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. ജയ ജയ ജഹ്യജാമജിത ദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗദോകസാമഖിലശക്ത്യവബോധക തേ ക്വചിദജയാത്മനാ ചചരതോനുചരേന്നിഗമഃ. അതാണ് ആദ്യത്തെ ശ്രുതിഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണത്. 14-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. അതിൻ്റെ ഏകദേശം അർത്ഥം വരുന്ന ശ്ലോകമാണ് അടുത്ത ശ്ലോകം, 117-ാമത്തെ ശ്ലോകം. അത് നോക്കാം. വള്ളിക്കുറപ്പു മരമെന്ന കണക്കെ നിന്മയീ പിള്ളയ്ക്കുറപ്പു ജനനീവ സമാശ്രയം മേ. ഉള്ളിൽ കറുപ്പുകളവാൻ തിരുവുള്ളമോടെ പള്ളിക്കുറുപ്പുണരവേണമനന്തശായിൻ. വള്ളിക്ക് ഉറപ്പ് മരമാണ്. ഒരു മരത്തിന്മേലേക്ക് വള്ളി കയറി അങ്ങനെ പോയി പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ വള്ളിക്ക് ആ മരമാണ് ആശ്രയം, അല്ലേ? അതുപോലെ പിള്ളയ്ക്കുറപ്പ് ജനനി, അമ്മയാണ് ഒരു ശിശുവിന് ആശ്രയം, അല്ലേ? അതുപോലെ നിന്മെയ്, അവിടുത്തെ രൂപം അല്ലെങ്കിൽ അവിടുന്നാകുന്ന ഭഗവാനാവുന്ന ആ സത്യം മാത്രമാണ്. ഉള്ളിൽ കറുപ്പ് ഉള്ളിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലെ കളങ്കം, അജ്ഞാനമാകുന്ന ഇരുള് കളയാൻ, ആ മനസ്സിലെ കളങ്കം ഇല്ലാതാക്കാൻ, കഴുകിക്കളയാൻ എനിക്ക് ആശ്രയം ആരാണ്? അനന്തശായിൻ, അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നവനെ എന്നാണ്. കാലാവധിയിൽ ക്രിയാശക്തികളെ തന്നിൽ തന്നെ ലയിപ്പിച്ചിരിക്കുന്നവനെ, ആ ഭഗവാനാണ് നമുക്ക് ആശ്രയം. ഇതുപോലെ വള്ളിക്ക് മരം പോലെ, അതുപോലെ അല്ലെങ്കിൽ ശിശുവിന് അമ്മ പോലെ നമുക്ക് ആശ്രയം ഈ ഭഗവാനാണ്. ആ ഭഗവാനോട് പള്ളിക്കുറുപ്പുണര വേണം. മുമ്പേ പറഞ്ഞു യോഗനിദ്രയിലാണ് ഭഗവാൻ എന്ന്, അല്ലേ? ആ ഭഗവാനെ ശ്രുതിദേവതമാർ തുയിലുണർത്തും എന്ന് പറഞ്ഞു. ആ തുയിലുണർത്തു പാട്ടിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പള്ളിക്കുറുപ്പുണര വേണം എന്ന്, യോഗശ്രീ നിദ്രയിൽ നിന്ന് ഉണരണമേ ഭഗവാനേ എന്നാണ് ഇതിലെ പറയണത്. സൃഷ്ടി വീണ്ടും തുടങ്ങിയിട്ട് സംസാരികൾക്ക് മുക്തിസാധകമാകണേ,
ആ സൃഷ്ടി തുടങ്ങാറാവുമ്പോഴാണ് യോഗനിദ്ര ഉണരണത് ഭഗവാൻ. അങ്ങനെ ആ യോഗനിദ്രയിൽ നിന്ന് ഭഗവാനെ അവിടുന്ന് ഉണരണമേ എന്നാണ് ഇതിൽ പറയണത്. സൃഷ്ടി വീണ്ടും തുടങ്ങിയിട്ട് സംസാരത്തിൽ ഈ സംസാരികൾക്ക് മുക്തി സാധകമാകണേ എന്നാണ് ഇതിൽ പറയണത്. അടുത്ത ശ്ലോകം 118. ശ്രീനീലകണ്ഠപദപാം സുലഭപ്രസാദാൽ ശ്രീകൃഷ്ണലീലകളിവണ്ണമോരോന്നു ചൊന്നേൻ. ശ്രീമാൻ മുകുന്ദ ജയ വാമപുരാധിനാഥ ശ്രീപാദഭക്തിയരുളീടുക നാളുതോറും. ശ്രീനീലകണ്ഠപദപാം സുലഭപ്രസാദാൽ ശ്രീനീലകണ്ഠൻ എന്ന ഗുരുശ്രേഷ്ഠൻ്റെ പാദധൂളിയുടെ ഒരു ലേശം, ആ ഗുരുവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു ലേശം കൊണ്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണലീലകൾ ഈ വണ്ണം ഓരോന്ന് ചൊന്നേന്ന്. ശ്രീകൃഷ്ണലീലകൾ ഇതുപോലെ 119 ശ്ലോകങ്ങൾ, ഇത്രയും ഭഗവാന്റെ ഇത്രയും 115 ശ്ലോകങ്ങളും ഭഗവാന്റെ ലീലകളാണ്. ജനനം മുതലുള്ള ലീലകളാണ്, അവതാരം മുതലുള്ള ലീലകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ചൊല്ലാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ ഗുരുവിൻ്റെ പ്രസാദം കൊണ്ടാണ്, അതൊരിത്തിരി എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നാണ് പൂന്താനം പറയണത്. ശ്രീമാൻ, ശ്രീയോടുകൂടിയ, അതാരാ ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി ദേവിയോട് കൂടിയ അല്ലെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയ വാമപുരാധിനാഥ അല്ലെങ്കിൽ മുകുന്ദ. വാമപുരാധിനാഥൻ എന്ന് പറഞ്ഞാൽ ഇടത്തുപുറത്തപ്പൻ, ഇടത്തുപുറത്തിരിക്കുന്ന മോക്ഷപ്രദ, ജയിച്ചാലും നാളുതോറും ശ്രീപാദഭക്തി അരുളണമേ എന്നാണ്. ശ്രീപാദഭക്തി അരുളിയിടുക നാളുതോറും എന്നാണ്. ആ ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണമേ, ഓരോ ദിവസവും ആ ഭക്തി കൂടിക്കൂടി വരണമേ എന്നാണ്. സർവദാ അവിടുത്തെ അചഞ്ചല പാദഭക്തി, ആ പാദത്തിൽ നിന്നിളകാതെയുള്ള ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം 119 ലീലാമൃതത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ക്രമത്തിലാക്കീടിന ശൂലപാണി ശ്രമത്തിനാലിത്തമതീവ ചിത്രം ശ്രവിച്ചു ഭാഷാശ്രവണാമൃതം മേ രമിച്ചുകൊള്ളുക അച്യുതപദമൂലേ. ശൂലപാണി ശ്രമത്താൽ, ശൂലപാണിയുടെ പരിശ്രമത്താൽ, ശൂലപാണി എന്ന സുഹൃത്തിൻ്റെ സഹായത്തോടെ എന്നും അർത്ഥമുണ്ട്. അതുപോലെ ശ്രീ ശിവൻ, ശൂലം കയ്യിലുള്ളവൻ ശിവൻ അല്ലേ, ശിവഭജനം കൊണ്ട് എന്നും അർത്ഥമുണ്ട്. ഇതുപോലെ ക്രമത്തിലാക്കി, ക്രമം പോലെ മുറ പോലെ ഭംഗിയോടെ ആക്കിയ, അതീവ ചിത്രം അത്യധികം അത്ഭുതരസം ഉൾക്കൊള്ളുന്ന മേ ഭാഷാശ്രവണാമൃതം, ഞാൻ രചിച്ച ഈ അതീവ ഭംഗിയോടെ ക്രമത്തിൽ, ഭഗവാന്റെ അവതാരം മുതൽ ക്രമത്തിലാണ് കഥകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ രചിച്ച ഈ മലയാളത്തിലുള്ള കർണാമൃതം, ഈ ശ്രീകൃഷ്ണ കർണാമൃതം കേട്ടിട്ട് അച്യുതപാദമൂലേ രമിച്ചുകൊള്ളുക എന്നാണ്. ശ്രദ്ധയോടെ ഈ ശ്രീകൃഷ്ണ കർണാമൃതം കേട്ടിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ രമിച്ചു കൊണ്ടിരിക്കൂ എന്നാണ് ഭക്തജനങ്ങളോട് പൂന്താനം പറയുന്ന, അതാണ് ഈ ഒരു ശ്ലോകം. ഇവിടെ ഈ ലീലാമൃതം എന്നുള്ള ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്തത് നാമാമൃതം എന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.